അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സമാപനം കുറിക്കുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത്. 121 പൊതുസമ്മേളനങ്ങളും എല്ലാ ജില്ലകളിലും സംവാദങ്ങളുമായി 25 ദിവസമായി നടന്ന യാത്രയ്ക്കാണ് സമാപനമാകുന്നത്. ഫെബ്രുവരി 6-നാണ് കാസർഗോഡ് നിന്ന് പുതുയുഗ യാത്ര പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. സമാപനത്തോടനുബന്ധിച്ചുള്ള റോഡ് ഷോ പുത്തരിക്കണ്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡാൻ കുര്യൻ അവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്നതാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി ഉദ്ഘാടനത്തിനായി അവിടെ എത്തിയിരിക്കുന്നു, വേദിയിൽ എത്തിയിരിക്കുന്നതാണ് കാണുന്നത്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ നമുക്ക് വേദിയിൽ കാണാം. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം നടക്കും. മാത്രവുമല്ല, വലിയ സർപ്രൈസുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചില പ്രഖ്യാപനങ്ങൾ, അതിൽ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ രാഹുൽ ഗാന്ധി ആ പ്രഖ്യാപനം നടത്തുമെന്നതാണ് കരുതുന്നത്. ഡാൻ കുര്യനുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഡാൻ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള സാഹചര്യം? സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്ന നിമിഷം കൂടിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞ സമയത്ത് തന്നെ ഈ യോഗം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണയായി ഇത്തരം വലിയ സമ്മേളനങ്ങളൊക്കെ പറഞ്ഞ് വളരെ വൈകിയാണ് തുടങ്ങുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി 5 മണിക്ക് തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുമെന്നാണ് പറഞ്ഞത്. അത് കൃത്യമായി അദ്ദേഹം പാലിച്ചിരിക്കുന്നു. അദ്ദേഹം 5 മണിക്ക് തന്നെ പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രധാനപ്പെട്ട വേദിയിലേക്ക് മറ്റ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നു. നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി വേദിയിൽ അദ്ദേഹത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നിരിക്കുന്നു. മറ്റ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളൊക്കെ വേദിയിലുണ്ട്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. നേരത്തെ സെക്രട്ടേറിയറ്റിന്റെ ആസാദ് ഗേറ്റിന്റെ സമീപത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച റോഡ് ഷോ ആയിട്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തിയത്. അവിടെ പുത്തരിക്കണ്ടം മൈതാനത്തും ഈ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നെത്തിയ, പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മൈതാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗികമായി യോഗം ആരംഭിക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ, ഈശ്വര പ്രാർത്ഥന നടക്കുന്നു. അതിനുശേഷം യോഗം ഔദ്യോഗികമായി ആരംഭിക്കും. ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് വിസ്മയം പ്രതീക്ഷിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലാണ്. അത് ഏതെങ്കിലും പ്രമുഖ വ്യക്തിത്വങ്ങൾ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുകയാണോ, UDFന്റെ ഭാഗമാകുകയാണോ, അതോ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ മാനിഫെസ്റ്റോയിൽ, ഈ പ്രകടന പത്രികയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കാനിരിക്കുന്ന ഏതെങ്കിലും നിർണായകമായ പ്രഖ്യാപനങ്ങൾ വേദിയിൽ നടത്താൻ പോവുകയാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് അല്പസമയത്തിനകം ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരും. രാഹുൽ ഗാന്ധി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം ഒരാഴ്ചക്കകം ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾക്കിടയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കേരളത്തിൽ 2 ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി കൂടി ഈ വാർത്തകൾ ദേശീയ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടി തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത്? അത് ഏത് തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചലനങ്ങൾക്ക് വഴിവെക്കും? എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉദ്വേഗത്തോടെ, ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പുത്തരിക്കണ്ടം മൈതാനത്തെ പുതിയ യാത്രയുടെ സമാപന വേദിയിലേക്ക്. ഡാൻ, ഈ സ്ത്രീകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? രാഹുൽ ഗാന്ധി സമാനമായ നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയതിന്റെ ഒരു ആവർത്തനം തന്നെയാണോ കേരളത്തിലും ഉണ്ടാവുക? ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള രേണുക, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കണം. എനിക്ക് ഈ ശബ്ദം കാരണം കേൾക്കാൻ കഴിയുന്നില്ല പൂർണ്ണമായി. തീർച്ചയായും വലിയ ആഘോഷത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ശബ്ദ കോലാഹലങ്ങളുണ്ട്. ഡാൻ, ഞാൻ സൂചിപ്പിച്ചത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമായിരിക്കുമോ രാഹുൽ ഗാന്ധി നടത്തുക? പ്രകടന പത്രികയിൽ അതിനായിരിക്കുമോ പ്രാമുഖ്യം? മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ളതുപോലെ അത്തരമൊരു പ്രഖ്യാപനമാണോ നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുക എന്ന കാര്യം, അതിന്റെ ഒരു കൃത്യമായ ഒരു മാനിഫെസ്റ്റോയുടെ ഒരു കാരിക്കേച്ചർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബ്ലൂ പ്രിന്റ് തന്നെയായിരിക്കും ഇന്ന് ഈ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടം പിടിക്കുക. അതോടൊപ്പം രാഷ്ട്രീയ പ്രചാരണ വിഷയം, പ്രത്യേകിച്ച്
തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം UDF-ന് വലിയ നേട്ടം സമ്മാനിച്ചത് ഈ ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രചാരണങ്ങളൊക്കെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ഒരു പ്രചാരണ വിഷയമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഉയർത്തിക്കാണിക്കുമെന്നതിൽ സംശയം വേണ്ട. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളായിരിക്കും രാഹുൽ ശരി ഡാൻ, നമ്മളിപ്പോൾ കാണുന്നത് ശശി തരൂർ വേദിയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. വേദിയിൽ തന്നെ മൈൻഡ് ചെയ്തില്ല എന്ന ഒരു പ്രശ്നം നേരത്തെ ഉടലെടുത്തിരുന്നു ഇരുവർക്കും ഇടയിൽ. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഷേക്ക് ഹാൻഡ് കൊടുത്തു, പക്ഷേ മുഖം കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. മുഖം തിരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കണ്ടത്. എന്തായാലും തരൂർ വേദിയുടെ മുൻപിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണാം. ഒരു കാര്യം കൂടി ഡാൻ, ആരുടെയെങ്കിലും അഭാവം ഇവിടെ ചർച്ചയാകുന്നുണ്ടോ? പ്രധാനപ്പെട്ട നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരുടെയെങ്കിലും അഭാവം ഉണ്ടോ വേദിയിൽ? ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും കോർത്തിണക്കിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണയും ഐക്യദാർഢ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ പുതുയുഗ യാത്രയുടെ സമാപനത്തോളം എല്ലാ നേതാക്കളെയും ആ വേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വലിയ ആശ്വാസമായി മാറുന്നത്. കാരണം എറണാകുളത്ത് സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിന്റെ വേദിയിൽ തനിക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ശശി തരൂർ പരസ്യമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് നിന്ന് മുതിർന്ന നേതാക്കളെ വിളിച്ച് AICC ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ നടക്കാൻ അദ്ദേഹം വിട്ടുനിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ ശശി തരൂരിനെ അനുനയിപ്പിക്കാനായി അദ്ദേഹത്തെ AICC ആസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ മുറിയിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്നതാണ് പിന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ ശശി തരൂർ പാർട്ടിയിൽ നിന്ന് കൃത്യമായ ദൂരം പാലിച്ച് നടന്നേക്കുമെന്ന ചർച്ചകൾ വരെ ദേശീയ തലത്തിൽ പ്രചരിച്ചു തുടങ്ങുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അദ്ദേഹവുമായി എല്ലാ തർക്കങ്ങളും പറഞ്ഞ് പരിഹരിച്ച് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രചാരകരിൽ ഒരാളായി തരൂർ കൂടി കാണും എന്ന ഉറപ്പ് നൽകിയത്. അത് ശരിവെച്ചുകൊണ്ട് ശശി തരൂർ കൂടി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രചാരണ വിഷയങ്ങൾ ഏതൊക്കെയാകുമെന്ന കാര്യം ഇന്നത്തെ ഈ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ വ്യക്തമാകുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും അങ്ങനെ ഒരുപാട് പ്രാധാന്യം ഇന്നത്തെ ഈ സമാപന വേദിക്കുണ്ട്. ഒത്തൊരുമയുടെ ഒരു സന്ദേശം നൽകുക എന്നതുകൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പിന്നീട് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് സർപ്രൈസുകൾ, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന വലിയ ഉദ്യോഗം കൂടിയുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്താം. ഡാൻ കുര്യനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ ഗൾഫ് രാജ്യങ്ങളോട് ക്ഷമാപണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ശനിയാഴ്ച ടെലിവിഷൻ പരിപാടിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സമയത്താണ് മസൂദ് പെഷസ്കിയാൻ ഇറാന് മറ്റ് രാജ്യങ്ങളിലേക്ക് അധിനിവേശത്തിനുള്ള പദ്ധതികളില്ല എന്ന് വ്യക്തമാക്കിയത്. ഇറാനെ സമീപ രാജ്യങ്ങൾ നേരിട്ട് ആക്രമിക്കാത്ത പക്ഷം സമീപ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്നതാണ് ഇറാന്റെ താൽക്കാലിക നേതൃത്വ കൌൺസിൽ തീരുമാനമെന്നാണ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കിയത്. സമീപകാലത്ത് ഇറാന്റെ ആക്രമണത്തിനിരയായ രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും മസൂദ് പെഷസ്കിയാൻ ടെലിവിഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. با قدرت دفاع کنیم و تا پای جان ایستاده تا ایران اون رو سربلند از این بحرانی که هست بیرون بکشیم و اینکه ما بدون قید شرط بخوایم تسلیم بشیم یه چنین خوابی رو اینا باید با خودشون به گور ببرن. آنچه که ما باش پایبندیم قوانین بین المللی است، چارچوب‌های انسانی است و اون اصولی که اینا دم ازش میزنن اصولا باید به همون پایبند باشن و حق و حقوق همه کشورها رو و طبیعتا ایران ما رو اینا حق ندارند نادیده بگیرن. من اینجا لازم از کشورهای همسایه که مورد حمله قرار گرفتن از طرف ایران از طرف خودم عذرخواهی کنم برای اینکه ما این روند و اوضاعی که اتفاق افتاد، فرماندهان ما، رهبر ما، عزیزان ما در حقیقت جان خودشون رو از دست دادن به خاطر تجاوز وحشیانه‌ای که داشت و نیروهای مسلح ما، قهرمانانی که کف دستشون گذاشتن که از تمامیت ارضی دفاع کنن. ഇസ്രായേൽ US ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നിരന്തര ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ ക്ഷമാപണം ഉണ്ടാകുന്നത്. ഇറാൻ ആക്രമണം നടത്തിയത് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രത്യാക്രമണമായിരുന്നുവെന്നും മസൂദ് പെഷസ്കിയാൻ വിശദമാക്കി.
നിരുപാധികം കീഴടങ്ങണമെന്ന ഇറാന്റെ ആവശ്യം മസൂദ് പെഷസ്കിയാൻ വീണ്ടും തള്ളുന്ന സാഹചര്യവുമുണ്ടായി. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ടെഹ്റാൻ ഉദ്ദേശമില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അയൽ രാജ്യങ്ങൾക്കെതിരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്നും ആ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകാത്ത പക്ഷം മിസൈൽ വിക്ഷേപങ്ങൾ നടത്തില്ല എന്നും ആണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. അതിനുശേഷവും ചില ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലേക്കുണ്ടായി എന്നതിന്റെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. ഒരു പക്ഷേ ഇത് അറബ് രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കമാണോ എന്ന തലത്തിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും ഇറാൻ അല്പം ഒന്ന് അവരുടെ നിലപാടിൽ അയവ് വരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ഉള്ള രാഷ്ട്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആക്രമണങ്ങൾ നടന്നത്. അപ്പോൾ പോലും ജനവാസ മേഖലയിലേക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് സമീപത്തേക്കും ഒക്കെ മിസൈൽ വർഷം ഉണ്ടായി എന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ വിമർശനങ്ങൾക്കിടയാകുകയും അറബ് ലീഗ് ഇന്ന് യോഗം ചേരാനിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് ഇറാൻ അല്പം ഭയപ്പെടുന്നു. ഒരേ സമയം ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ ഇളവിന് അല്ലെങ്കിൽ നിലപാടിൽ മാറ്റം വരുത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഞങ്ങൾ നിരുപാധികം കീഴടങ്ങുമെന്ന മറ്റ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വപ്നങ്ങൾ അവർക്ക് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാമെന്നും മസൂദ് പെഷസ്കിയാൻ കൂട്ടിച്ചേർത്തു. അതായത് ആ കാര്യങ്ങളിലൊന്നും ഒരു നിലപാടിൽ മാറ്റമില്ല, ഒരയവുമില്ല എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ പുതിയ നിലപാട് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഈ അറിയിപ്പുകൾ വന്നതിന് പിന്നാലെ സാഹചര്യം അനുകൂലമായതോടെ പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ഖത്തർ പുറപ്പെടുവിച്ചിരുന്ന ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചതായി റിപ്പോർട്ടുണ്ട്. ദുബായ് വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. എയർലൈൻ അറിയിച്ചാൽ ടിക്കറ്റുമായി എത്താം എന്നതാണ് അറിയിപ്പ്. അതിനിടെ കൊച്ചിയിൽ ഇറാൻ കപ്പൽ അടുപ്പിക്കാൻ അനുവദിച്ചത് മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്താണ് എന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ പ്രസ്താവന കൂടി പുറത്തുവന്നു. For us, when this ship wanted to come in, and that too in difficulties, I think it was the humane thing to do. And I think we were guided by that principle. And in a sense of the other ships, one obviously had a similar situation in Sri Lanka, and they took the decision which they did, and one unfortunately didn't make it. I think where we really approached it from the point of view of, in a sense, of humanity, of other than whatever the legal issues were, and I think we did the right thing. ഇറാൻ കപ്പലിന്റെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന മുന്നറിയിപ്പുമായി കൊച്ചി പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന നടപടി എന്നതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ദൃശ്യങ്ങൾ പകർത്തിയാലും പ്രചരിപ്പിച്ചാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സിറ്റി പോലീസിന്റെ മുന്നറിയിപ്പുണ്ട്. മാത്രവുമല്ല, മാധ്യമങ്ങൾക്കെതിരെ ആ രീതിയിൽ കപ്പലിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. കൊച്ചി തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇറാനിയൻ പടക്കപ്പലായ IRIS 11 അതിൻ്റെ അറ്റകുറ്റപ്പണികൾ, അതിൻ്റെ സാങ്കേതിക തകരാറുണ്ടെന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ച് കൊച്ചി തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള കാര്യങ്ങൾക്കായി ശ്രമം തുടരുകയാണ് എന്നതാണ് ഔദ്യോഗികമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. കൊച്ചി തീരത്താണ് നങ്കൂരമിട്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അറിയിപ്പ് വരുന്നതും ഇവിടെ തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും കേന്ദ്ര ഉന്നതാധികാര സമിതി, മന്ത്രി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശാനുസൃതമാണ് ഈ ഒരു നടപടി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇവിടെയും നടന്ന മറ്റ് വിദേശ രാജ്യങ്ങളടക്കമുള്ള നേവിയുടെ പടക്കപ്പലുകളുടെ ഒരു പ്രദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയതായിരുന്നു ഇറാനിയൻ പടക്കപ്പലുകൾ. അത് തിരിച്ചു പോകും വഴിയായിരുന്നു ഈ രീതിയിലുള്ളൊരു സന്ദേശം ലഭിക്കുന്നത്. മാർച്ച് 1-നായിരുന്നു ഈ രീതിയിലുള്ള സന്ദേശം
ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്ക ഇസ്രായേൽ യുദ്ധമെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഐറിസ ദേന എന്ന കപ്പൽ അതിന് അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു. തുടർന്നാണ് ഈ രണ്ട് കപ്പലുകൾ, പിന്നീടുണ്ടായിരുന്ന രണ്ട് കപ്പലുകൾ, അത് ലവാനും അതോടൊപ്പം തന്നെ ബുഷ എന്ന് പറയുന്ന കപ്പലും. ബുഷ ഇപ്പോൾ ശ്രീലങ്കൻ തീരത്തേക്കാണ് അടുപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാവൻ എന്ന കപ്പലാണ് ഇവിടെ കൊച്ചി തീരത്തേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഇപ്പോൾ കപ്പലുകൾക്ക് ഒരു അഭയം എന്ന രീതിയിലേക്കാണ് ഇതിനെ നയതന്ത്ര വിദഗ്ധരെല്ലാം തന്നെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും തീരത്ത് അടുത്തിരിക്കുന്ന കപ്പലിലെ നാവിക സേനാംഗങ്ങൾ 183 നാവികരാണ് ഇതിലുണ്ടായിരുന്നത്. ഇവർക്കെല്ലാം തന്നെ സുരക്ഷിതമായ ഇടം സദേൺ നേവൽ കമാൻഡിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണത്തിനൊന്നും തന്നെയും ഇതുവരെയും നേവൽ കമാൻഡോ മറ്റു ബന്ധപ്പെട്ട വൃത്തങ്ങളോ ആരും തന്നെയും നൽകിയിട്ടില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങൾ രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുന്നു എന്നത് തന്നെയാണ് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാത്തത്. ഏതായാലും കപ്പൽ കുറച്ചു കാലം കൂടി, കുറച്ച് യുദ്ധത്തിൻ്റെ ഉള്ള ആ രീതിയിലുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് സമയം കൂടി ഇവിടെ തീരത്തുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം ഈ കപ്പലിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച രണ്ട് മാധ്യമപ്രവർത്തകരെ CSF സുരക്ഷാസേന പിടികൂടിയിരുന്നു. പിന്നീട് ഹാർബർ പോലീസിനെ കൈമാറിയിരുന്ന ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക് ടിവിയുടെ മാധ്യമപ്രവർത്തകരാണ്, ക്യാമറമാൻ റിപ്പോർട്ടറുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇവരൊരു ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് കപ്പലിനടുത്തേക്കെത്തി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു എന്നതാണ് സുരക്ഷാസേന കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസിൻ്റെ കൂടി ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. കപ്പലിൻ്റെ ദൃശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. KC വേണുഗോപാലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ AICC നീക്കം. AICC നടത്തിയ സർവേയിൽ KC മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തട്ടകമായ ആലപ്പുഴ മണ്ഡലമാണ് പരിഗണനയിലുള്ളത്. ആലപ്പുഴയിൽ മത്സരിക്കാൻ KC വേണുഗോപാലിന് വിയോജിപ്പില്ല എന്നതാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ട് കാണാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. KC വേണുഗോപാലിനെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമായി മാറുന്നത് AICCയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയാണ്. അത്തരം സർവേകളിൽ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊട്ടാകെ ഗുണം ചെയ്യും എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ചില MPമാർക്ക് ഇളവ് നൽകും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ KC മത്സരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വഴിതെളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുക ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ മണ്ഡലത്തിലായിരിക്കും എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ദീർഘകാലം മത്സരിച്ച മണ്ഡലം കൂടിയാണ്. 1996 മുതൽ KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ച് നിയമസഭയിൽ 3 തവണ എത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ആലപ്പുഴ MP കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ MPമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു ധാരണയുണ്ടെങ്കിലും KC വേണുഗോപാൽ മത്സരിച്ചാൽ അത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നീക്കം. ആലപ്പുഴ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ തലമുറകളായുള്ള കാത്തിരിപ്പിന് വിരാമം. പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാലമാണ് പെരുമ്പളത്തേത്. 2016-17 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ സഹായത്തോടെ 100 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ നാടിന്റെ മോചനത്തിന്റെ ആലപ്പുഴ MP KC വേണുഗോപാൽ തുടങ്ങിയ ജനനേതാക്കൾ ഇതാ കടന്നു വരികയാണ്. ഇതാ പെരുമ്പളത്തിന്റെ അഭിമാനം, പെരുമ്പളത്തിന്റെ അന്തസ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ശിരസുയർത്തി തല ഉയർത്തി അഭിമാനത്തോടുകൂടി നമ്മൾ നിൽക്കുന്ന ദിവസമാണിന്ന്. സനത്തിന്റെ നായകൻ ഇതാ കടന്നു വരികയാണ്. യാത്രാ ദുരിതത്താൽ അകപ്പെട്ടുപോയ, ദുഃഖിച്ചുപോയ ഒരു നാടിന് ശാപമോക്ഷവുമായി, പാദസ്പർശവുമായി ഇതാ നവകേരളത്തിൽ അതിഥികളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് പെരുമ്പളം പാലം നിർമ്മാണത്തിനായുള്ള നടപടികൾ വേഗത്തിലായതെന്നാണ് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ സൂചിപ്പിച്ചത്. പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷത്തിന്റെ സാഫല്യമായാണ് ഈ നിമിഷത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഈ മേഖലയുടെ ടൂറിസം വികസനത്തിന് പാലം വലിയ തോതിൽ സഹായകമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും സംസ്ഥാനത്തെ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലത്തിന്റെ ഉദ്ഘാടനം വലിയ ഉത്സവ പ്രതീതിയോടുകൂടിയാണ് അവിടെ നടന്നത്. ആ പ്രദേശത്തെ സംബന്ധിച്ച് അവരുടെ ടൂറിസം വികസനം, അവരുടെ ദീർഘകാലമായുള്ള ആവശ്യം, അതിൻ്റെയൊക്കെ ഒരു ഉത്തരമാണ് ഇന്ന് യാഥാർത്ഥ്യമായ ഈ പാലം. ഇതൊരു യാത്രാമാർഗം മാത്രമല്ല, പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പെരുമ്പളം മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാധാന്യം പെരുമ്പളത്തെ സംബന്ധിച്ചുണ്ട്. വലിയ ഉത്സവ പ്രതീതിയാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നത്. 2020 ലോകകപ്പ് കിരീട പോരാട്ടത്തിൽ നാളെ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് കലാശ പോരാട്ടം നടക്കുക. അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയം സമീപകാലത്ത് ഇന്ത്യക്ക് അത്ര നല്ല ഓർമ്മകളല്ല നൽകിയിട്ടുള്ളത്. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് ഇതേ ഗ്രൗണ്ടിലായിരുന്നു. ഈ ടൂർണമെന്റിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 70 റൺസിന് പരാജയപ്പെട്ടതും ഇതേ ഗ്രൗണ്ടിലാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ തന്ത്രങ്ങളുമായി ടീം ഇന്ത്യ കിരീടത്തിനായി ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ നീക്കം. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള സ്റ്റേഡിയം അല്ല എങ്കിൽ പോലും ആ പരിമിതികളെ മറികടക്കുക എന്ന വലിയ ആലോചനകളാണ്, വലിയ പ്രതീക്ഷകളാണ്. ഇനി എന്തായാലും കാത്തിരിപ്പിന് ദൈർഘ്യം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ നടപടികൾ? അക്ഷമരായി മണിക്കൂറുകൾ എണ്ണിക്കാത്തിരിക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ T20 ലോകകപ്പ് 2026 ഫൈനൽ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുമ്പോഴേക്കും സാധ്യതകൾ കൂടുതൽ ഇന്ത്യക്കാണ് എന്നുള്ളതാണ് ക്രിക്കറ്റ് വിദഗ്ധരും അനലിസ്റ്റുകളും എല്ലാം തന്നെ വിലയിരുത്തുന്നത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏകദേശം 80,000-ഓളം കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ത്യ രണ്ടാമത് T20 ലോകകപ്പ് അടുപ്പിച്ചു നേടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതുവരെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് T20 ലോകകപ്പ് നേടിയിട്ടില്ല എന്നൊരു ചരിത്രമുണ്ട്. 2024 ഇന്ത്യയായിരുന്നു ജയിച്ചത്. 2026 ജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമാകും എന്നത് നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രം, ഇന്ത്യ അടുത്ത മത്സരം നാളെ ജയിക്കുകയാണെങ്കിൽ ഒരു ടീമും T20 ലോകകപ്പ് 2 വട്ടത്തിൽ കൂടുതൽ ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രഥമ T20 ലോകകപ്പ് ഇന്ത്യ 2007 ലിഫ്റ്റ് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ T20 ലോകകപ്പ് 2024 നാളെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും 3 തവണ T20 ലോകകപ്പ് ഉയർത്തുന്ന രാജ്യം. എന്തായാലും പല പല പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്ത്യ ന്യൂസിലൻഡ് സൈഡിൽ രണ്ടും ഗംഭീരമായ ബാറ്റിംഗ് സൈഡാണ് എന്നത് തന്നെയാണ്. സെമി ഫൈനൽസിൽ തന്നെ നമ്മളത് കണ്ടതാണ്. ഇന്ത്യ പടുത്തുയർത്തിയ ടോട്ടലും ന്യൂസിലൻഡ് 13 ഓവറിൽ ചേസ് ഡൗൺ ചെയ്ത് 170 എന്ന ടാർഗറ്റ് 13 ഓവറിൽ ചേസ് ചെയ്തതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ രണ്ട് ടീമുകളും ശക്തരായ ബാറ്റിംഗ് സൈഡാണ്. എന്നാൽ ബൗളിങ്ങിൽ ചോദ്യചിഹ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അത് ന്യൂസിലൻഡിലല്ല, കുറച്ച് ചോദ്യചിഹ്നങ്ങൾ ഏറെയുള്ളത് ഇന്ത്യയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് നമ്പർ 1 ബൗളറായ വരുൺ ചക്രവർത്തി സെമിയിൽ വഴങ്ങിയത് ഏകദേശം 61 റൺസാണ്. വരുൺ ചക്രവർത്തിയെ മാറ്റി പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അർഷ്ദീപ് സിംഗും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ചുള്ള മത്സരങ്ങളിൽ 10 എക്കോണമിയിൽ ഏറെയായി റൺസ് വഴങ്ങുന്നുണ്ട്. അപ്പോൾ അർഷ്ദീപിനെ മാറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. പകരം കുൽദീപ് യാദവിനെയും മുഹമ്മദ് സിറാജിനെയും ടീമിൽ കൊണ്ടുവരാനുള്ള ഒരു കളി, ഒരു ടാക്ടിക്കൽ ഗെയിം ഇന്ത്യ കളിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു വളരെ വിരളമായ മാറ്റിയെടുക്കാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും നിലവിലൊരു വിന്നിംഗ് കോമ്പിനേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഇന്ത്യ. അത് തകർക്കുമോ ഇല്ലയോ എന്നുള്ളത് നിർണായകമായൊരു ചോദ്യമാണ്. കാരണം ബൗളിങ്ങിൽ ഇന്ത്യയുടേതായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സൈഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയുന്നത്. പ്രതീക്ഷകൾ സഞ്ജു സാംസണിന് മേൽ തന്നെയാണ്. അടുപ്പിച്ച് 2 മത്സരങ്ങളിൽ ഒന്ന് 97 മറ്റൊന്ന് 89 അടിച്ച് ഇന്ത്യക്ക് ഒരു ഗംഭീരമായ തുടക്കവും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നത് വരെ നമ്മൾ കണ്ടതാണ്. സഞ്ജുവിൽ നിന്നും മൂന്നാമത് ഒരു ഗംഭീരമായ ഇന്നിങ്സ് പ്രതീക്ഷിക്കുകയാണ് കാണികൾ എല്ലാവരും തന്നെ. അത് ഇന്ത്യ ഒട്ടാകെ തന്നെ 140 കോടി ജനങ്ങളും പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്തായാലും ഫേവറേറ്റ്സ് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മഹാത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ നാളെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ കപ്പുയർത്തുന്ന കാഴ്ച കാണാം. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാർ കപ്പ് നേടില്ല എന്ന പാരമ്പര്യം അത് തിരുത്തുക എന്നതുകൂടി ആഗ്രഹിക്കുന്നു എല്ലാവരും. അങ്ങനെ ഇന്ത്യ കപ്പ് വാങ്ങുന്നത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നേരം വൈകുന്നേരത്തിന്റെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.